ദൈവം അഹങ്കാരികളെ ദ്വേഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഹങ്കാരം മാറ്റിക്കളയണം. കാരണം അഹങ്കാരമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അവൻ അഹങ്കാരികളെ താഴെ വീഴ്ത്തുന്നു, പക്ഷേ വിനയമുള്ളവരിൽ തന്റെ കൃപ പകർന്നു നൽകുന്നു. അവൻ അഹങ്കാരിയെ ഉയർത്തി വീണ്ടും താഴെ വീഴ്ത്തുന്നു. അതിനാൽ ഒരിക്കലും അഹങ്കാരദൃഷ്ടി പുലർത്തരുത്. എപ്പോഴും മറ്റൊരാളെ ദൈവത്തിന്റെ മകനെന്നോ മകളെന്നോ കരുതി പെരുമാറണം. നിന്റെ സഹവിശ്വാസിയെ തുറന്ന മനസ്സോടെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക, സാത്വികതയോടും ആഴത്തിലുള്ള സമാധാനത്തോടും കൂടി. ആരും നിനക്ക് നേരെ ദുഷ്പ്രവർത്തനം ചെയ്താലും നീ അവനെ വീണ്ടും സ്നേഹിക്കാൻ കഴിയുന്ന ശക്തി നിനക്കുണ്ടെങ്കിൽ അതാണ് നിന്റെ ഉള്ളിൽ വിനയത്തിന്റെ ഗുണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നീതിവചനങ്ങൾ 16:5 നോക്കൂ. അഹങ്കാരമുള്ള ഹൃദയമുള്ള എല്ലാവരും യഹോവയ്ക്ക് വെറുപ്പുള്ളവരാണ്. അവർ തീർച്ചയായും ശിക്ഷ അനുഭവിക്കും. ദൈവം നിന്നിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിൽ നീ പഠനം ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിനാൽ സാത്വികരായവരാണ് ഭാഗ്യശാലികൾ എന്ന് വചനം പറയുന്നു. വിനയമുള്ളവരാണ് ഭൂമിയുടെ ഉടമകൾ ആകുക.